ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ലാസ്റ്റ് ഒരു വീഡിയോയിൽ യു എയിലെ ജോലി നോക്കുന്ന ആൾക്കാർ, സ്പെഷ്യലി HR ആൻഡ് അഡ്മിൻ ഫീൽഡിൽ ജോലി നോക്കുന്ന ആൾക്കാർ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഏതൊക്കെ സബ്ജക്റ്റിലാണ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ സബ്ജക്റ്റിലാണ് HR ആൻഡ് അഡ്മിൻ ഫീൽഡിൽ ജോലി നോക്കുന്ന ആൾക്കാർ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എനിക്കതൊരു പോസിറ്റീവ് തിങ് ആയിരിക്കും. ഡയറക്റ്റ്ലി ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ റഫ്ലി ഒന്നും കൂടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആക്ച്വലി യു എയിലെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് സൂപ്പർ കോമ്പറ്റേറ്റീവ് ആണ്. സ്പെഷ്യലി ഇൻ HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ കോമ്പറ്റേറ്റീവ് ആണ്. ബിക്കോസ് എനി വേക്കൻസി വന്നു കഴിഞ്ഞാൽ റിക്രൂട്ടേഴ്സിന് മോർ ദാൻ 100 CVs ഒരു ഡേയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഡൂയിങ് എ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നമ്മളുടെ പ്രൊഫൈലിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ, അതായത് മറ്റുള്ള റെസ്യൂമിൽ നിന്ന് നമ്മളുടെ CV ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രൊഫഷണലി നമ്മൾ ട്രെയിൻഡ് ആണെന്നും നമ്മളുടെ ഇൻ്റർനാഷണൽ HR സ്റ്റാൻഡേർഡ്സുമായിട്ട് അപ് ടു ഡേറ്റഡ് ആണ് ആ ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് ആ ഒരു റെസ്യൂം വഴി അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് വഴി ഒരു റിക്രൂട്ടർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഡൂയിങ് എ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയറുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ബിക്കോസ് നമ്മൾ നമ്മളുടെ കരിയറിനെ പറ്റി വെരി സീരിയസ് ആണെന്നും നമ്മളുടെ കരിയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെന്നും നോട്ടിഫൈ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഇതുപോലെയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ചില സമയങ്ങളിൽ കരിയർ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇപ്പം മാരേജൊക്കെ കഴിഞ്ഞ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പ് എടുത്തിട്ടൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാരണം കരിയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവരൊക്കെ ഫ്യൂച്ചറിലേക്ക് ജോലി നോക്കുന്ന സമയത്ത് കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന കാര്യത്തെ ഇല്ലാതാക്കും. കാരണം നമ്മൾ ഇപ്പം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ റെസ്യൂമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിക്രൂട്ടർ ആ CV റെസ്യൂം നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകും ഇവർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിട്ട് ഫെമിലിയർ ആണ്, റെഡി ടു വർക്ക് ഇൻ ദ UAE എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു സാധനം റിക്രൂട്ടറുടെ മൈൻഡിലോട്ട് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമുക്കൊരു സെലക്ഷൻ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. ബേസിക്കലി ദ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ സാധനം അവിടെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് വഴി റിക്രൂട്ടേഴ്സ് ആക്ച്വലി അത് മൈൻഡ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ശരിക്കും ഇപ്പോൾ UAE ഒരു എൻവയോൺമെൻറ്റ് വെച്ചിട്ട് നമ്മൾ നാട്ടിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടേക്ക് വന്നു കഴിയുമ്പം ആക്ച്വലി നമ്മുടെ എക്സ്പീരിയൻസ് ആക്ച്വലി ഒരു അസറ്റ് ആണെങ്കിൽ പോലും സാലറിയുടെ കേസിലോട്ട് വരുമ്പം നമുക്കൊരു ഫ്രഷറുടെ സാലറിയാണ് മോസ്റ്റ്ലി അവർ ഓഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പേ സ്കെയിൽ ആക്ച്വലി ചോദിക്കാവുന്നതാണ്, അവർക്കത് തരാനും പറ്റും. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു UAE ഒരു ജോബ് മാർക്കറ്റിനെ പറ്റി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റെഫറൻസ് വഴിയാണ്. അപ്പോൾ റെഫറൻസിൽ ഇവിടെ ഇപ്പോൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്ച്വലി ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ട്രെയിനേഴ്സ് ഉണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും, ദെൻ ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന വേറെ സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പോൾ ഏകദേശം ഈ ഒരു ഫീൽഡിൽ പെട്ട ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക്, നിങ്ങളുടെ റിലേഷൻസ്, പ്രൊഫഷണൽസ് ഉണ്ടാവും, ട്രെയിനേഴ്സ് ഉണ്ടാകും, കരിയർ അഡ്വൈസേഴ്സ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് അത് ത്രൂ ബിൽഡ് ചെയ്യുക, റെഫറൻസ് വഴിയൊക്കെ ജോബ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അങ്ങനെയാണ് കൂടുതലും ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് എത്താൻ സാധിക്കും. ബേസിക്കലി നിങ്ങളുടെ ഒരു ജോബ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇനി നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ടോപ്പിക്സിലോട്ട് വരാം. ഏതൊക്കെ സബ്ജക്റ്റിലാണ് നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ആക്ച്വലി ഞാൻ HR-ൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് ഇവിടെ ജോബ് കിട്ടാൻ HR ആൻഡ് അഡ്മിനിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് പോസിബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ്, സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ട സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഒന്ന് UAE ലേബർ ലോയിൽ ചെയ്യാം, ദെൻ HR ഓപ്പറേഷൻസ്, ദെൻ HR പുതിയ ഡിജിറ്റൽ ടൂൾസ് ഒക്കെ ഉണ്ടാകും അതിൽ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് management, then compensation and benefits, then HR generalist, administration and HR, then talent acquisition, HR and payroll, onboarding and offboarding, employee engagement. ഇതിലൊക്കെ സർട്ടിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ പോയിന്റ് ആയിരിക്കും. അഡീഷണലി നിങ്ങളുടെ ഒരു റെസ്യൂമിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പം ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ഓഫ്കോഴ്സ് ഒരു ഡൗട്ട് ഉണ്ടാകും. ഇപ്പോൾ UAE ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബീൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലേണേഴ്സ് പോയിന്റ് അക്കാഡമി, മോർഗൻ ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇനി അതെല്ലാം ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ കോഴ്സെറ, ഉഡ്മി, ലിങ്ക്ഡിൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമല്ല എന്ന് നാട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ആക്ച്വലി ഇതുപോലെയുള്ള കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്താൽ മതി. ബേസിക്കലി നമ്മൾ എന്തിനാണ് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ മൈൻഡിൽ വെക്കുക. അതായത് നമ്മൾ ഇപ്പോൾ UAEയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ അവിടുത്തെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റുമായിട്ട് ഫെമിലിയർ ആണ് എന്ന് നമ്മളുടെ റിക്രൂട്ടറെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എവിടെ നിന്ന് വേണമെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാം. ദെൻ അത് നിങ്ങളുടെ റെസ്യൂമിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ അല്ലെങ്കിൽ ഒരു ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ, സീ.